بسم الله الرحمن الرحيم. ഹബീബായ തങ്ങളെ ജീവിതം എങ്ങനെയെന്നറിയോ? ഹബീബായ തങ്ങളെ ജീവിതം എങ്ങനെയെന്നറിയോ? ലമ്മാ കാനത്ത് ലൈലത്തിൻ മിൻ ലയാലി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഒരു രാത്രിയായപ്പോൾ ഹബീബായ തങ്ങൾ വിളിക്കുകയായ ആയിഷ, യാ ആയിഷ ദർനീ അതഅബുദൽ ലൈലത ലിറബ്ബി. ആയിഷ, നിന്റെ രാത്രിയാണ് ആയിഷ, ഭാര്യയായ നിന്റെ അടുക്ക് ഭർത്താവായി ഞാൻ കിടക്കേണ്ടതുണ്ട് ആയിഷ, എന്നാൽ എന്നെ ഒന്ന് വിടുമോ ആയിഷ, എന്നെ ഒന്ന് വിടുമോ ആയിഷ. ദർനീ അതഅബുദൽ ലൈലത ലിറബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് വിടുമോ ആയിഷ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ആയിഷ ബീവി കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഖുൽതു വല്ലാഹി ഇന്നി ലഉഹിബ്ബു ഖുർബക വഉഹിബ്ബു മാ സിർറക യാ റസൂലല്ലാഹ്. യാ നബിയേ, യാ റസൂലേ, യാ ഹബീബേ, അങ്ങ് ആയിഷ ബീവിയാ എന്റെ അടുക്കൽ കിടക്കലാണ് നബിയേ എനിക്കിഷ്ടം, അങ്ങയോടൊപ്പം രഹസ്യ ജീവിതമാണ് നബിയേ എനിക്കിഷ്ടം. പക്ഷേ അങ്ങ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ദർനീ അതഅബുദ റബ്ബി, എന്റെ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്, എന്റെ റബ്ബിനോടൊന്ന് അഭിമുഖ സംഭാഷണം നടത്താൻ വേണ്ടിയിട്ട് പാതിരാവിലെ എന്നെ ഒന്ന് അയക്കുമോ ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പോകൂ നബിയേ, ആയിഷയായ ഭാര്യയല്ലല്ലോ അങ്ങേക്ക് വലുത്, അങ്ങയുടെ റബ്ബായ അള്ളയല്ലേ, അങ്ങ് പൊയ്ക്കൊള്ളൂ യാ നബിയല്ലാഹ്. ഹബീബായ തങ്ങൾ എഴുന്നേറ്റു, സന്തോഷത്തോടു കൂടി പാതിരാവിൽ ഒതുവെടുത്തു. സുമ്മ ഖാമ യുസല്ലി, ഞാനും നിങ്ങളെ നിസ്കരിക്കുന്നത് പോലെയല്ല, ഞാനും നിങ്ങളെ വിവാഹത്ത് ചെയ്യുന്നത് പോലെയല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നിസ്കാരം എന്തെന്നറിയോ? എല്ലാ സുഖങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ എഴുന്നേൽക്കയാ, നിസ്കാരം അങ്ങ് തുടങ്ങുകയാ, കയ്യങ്ങ് കെട്ടുകയാ. ഫലം യസൽ യബ്കാ, ഫലം യസൽ യബ്കാ, കരച്ചിലങ്ങ് തുടങ്ങി. സുബ്ഹാനല്ലാഹ്, കരച്ചിലങ്ങ് തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഹത്താ ബുല്ല ഹിജ്റാ, തന്റെ മടിത്തട്ട് നനയുന്നത് വരെ റസൂലുള്ള കരയാ. ഹബീബായ തങ്ങൾ നിസ്കാരത്തിൽ അങ്ങ് കരയാൻ തുടങ്ങി. സുമ്മ ബകാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുത്ത് ചെല്ലുമ്പോ കരച്ചിൽ നിർത്തുന്നില്ല. ഹബീബായ തങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇബാദത്തിലോട്ട് ഇങ്ങനെ മുഴുകയാണ്. ഫലം യസൽ യബ്കാ ഹത്താ ബുല്ല ലിഹിയാ, കണ്ണുനീർ തടം തല്ലയാട്ട് താടി രോമങ്ങൾ നനഞ്ഞു കൊണ്ടിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ വരെ നിസ്കാരമാണ്, ഇബാദത്താണ്, കരച്ചിലാണ്. ഒരു രാത്രിയെങ്കിലും പടച്ചവന് വേണ്ടി മാറ്റിവെക്കാനുള്ള മക്കാം ഉറൂസിന്റെ മുന്നിരിക്കുന്നവരെ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? പാതിരാത്രി റമളാനാകുമ്പോൾ ലൈലത്തുൽ ഖദറിന്റെ ഒരു ദിവസം എല്ലാവരും കൂടി ഇന്ന് ഫുഡ് അടിച്ചിട്ട് പോകുന്ന കാര്യമല്ല പറയുന്നത്. ഇന്നത്തെ രാത്രി എന്റെ അള്ളാഹുവിനാണ്, ഇന്നത്തെ രാത്രി എന്റെ റബ്ബിനാണ്, ഇന്നത്തെ എന്റെ ഉറക്കം ഞാൻ എന്റെ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. പടച്ചവന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ടോ? പടച്ചവന് വേണ്ടി കുറച്ച് പണം മാറ്റിവെച്ചിട്ടുണ്ടോ? പടച്ചവന് വേണ്ടി അധികാരം മാറ്റിവെച്ചിട്ടുണ്ടോ? പടച്ചവന് വേണ്ടി സുഖങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടോ? പടച്ചവന് വേണ്ടി രസങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല.
എന്റെയും നിങ്ങളെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയത്ത് പള്ളി വന്ന് കുനിഞ്ഞു വീഴുന്നവര് നിസ്കാരം എന്ന് പറയൂല. എല്ലാവരും നോമ്പ് നോക്കുന്നു, അതുകൊണ്ട് ഞാനും പട്ടിണി കിടക്കുന്നു. വൈകുന്നേരം വന്ന് വയറ് നിറയെ ഫുഡ് അടിച്ചിട്ട് കിടന്നുറങ്ങി തറാവീഹ് പോലും നിസ്കരിക്കാത്ത എന്റെയും നിങ്ങളെ റമളാൻ ആർക്ക് വേണം ചെറുപ്പക്കാരാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയെന്നറിയോ? പഠിക്കു പൊന്നുമോനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെയായി ഫജാഅ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ബാങ്ക് കൊടുക്കാനായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ ഹത്താ യൂദനഹു ബിസ്സലാത്ത്, നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നപ്പോ ഫലമ്മാ റആ, ഹബീബായ തങ്ങൾ ഇങ്ങനെ സുജൂദി കിടന്ന് കരയുകയാ. ഹബീബായ തങ്ങൾ ഇങ്ങനെ സുജൂദി കിടന്ന് കരയുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഉറക്കെ വന്ന് സ്വലാത്ത് പറയന്റെ വളയക്കാരാ. ആരെ പേരാ പറയുന്നത്? ആരെ പേരാ ഇവിടെ ഉച്ചരിക്കുന്നത്? ഈ അണ്ടകടാഹ സർവചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഞാനും നിങ്ങളും ഇങ്ങനെ ഇരിക്കാൻ കാരണക്കാരായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. ഹബീബായ തങ്ങളാ കരയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, ലിമ യബ്കീ, ലിമ തബ്കീ, യാ ഹബീബല്ലാഹ്, എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖറ യാ റസൂലല്ലാഹ്, മുൻപിൻ കഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു അങ്ങേക്ക് പുറത്തു തന്നതല്ലയോ നബിയേ? ഇനി പാപങ്ങളില്ലല്ലോ, ഇനി സ്വർഗമാണല്ലോ, പിന്നെ എന്തിനാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഈ ലോകം മുഴുവൻ പടയ്ക്കാൻ കാരണക്കാരായ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഏത് റസൂൽ എന്നറിയോ? ഏത് ഹബീബ് എന്നറിയോ? പട്ടിണിയാണ്, പരിവട്ടമാണ്, ജീവിതത്തിൽ സുഖം എന്താണെന്നറിഞ്ഞിട്ടില്ല, ജീവിതത്തിൽ സന്തോഷം എന്താണെന്നറിഞ്ഞിട്ടില്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചൊരു ദിവസം അല്ലാഹുവിന്റെ റസൂലിനില്ല. ഏത് ഹബീബായ തങ്ങളാ പറയുന്നതെന്നറിയോ? 3 ദിവസമായി പട്ടിണി കിടന്നിട്ട് പൊന്നുമോളെ ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോ ഫാത്തിമ, 3 ദിവസമായി മോളെ ഈ വാപ്പ പട്ടിണിയായിട്ടെന്ന് പറഞ്ഞ റസൂലുള്ളാഹ പറയാ, യാ ബിലാൽ അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള അടിമയാകണ്ടേ ബിലാലേ, നന്ദിയുള്ള അടിമയാകണ്ടേ ബിലാലേ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉളയത്തുകാരാ, എന്തെല്ലാം പടച്ചവൻ തന്നടാ, എന്തെല്ലാം റബ്ബ് തന്നടാ? നല്ലൊരു വീട് തന്നില്ലേ, നല്ലൊരു ഭവനം തന്നില്ലേ, നല്ലൊരു ഭാര്യയെ തന്നില്ലേ, പെണ്ണെ നിനക്ക് നല്ലൊരു ഭർത്താവിനെ തന്നില്ലേ? എടാ പൊന്നു ചെറുപ്പക്കാരാ, എത്രയോ മക്കളെ അല്ലാഹു നിനക്ക് സമ്മാനിച്ചില്ലേ?